എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. ഏകദേശം ഒരു ദിവസം നമുക്ക് പൂർണ്ണമായിട്ട് അവിടെ ചിലവഴിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അധികമൊന്നും പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എൻട്രി ഫീ ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ. ഒരു 150 രൂപയുടെ ഒപ്പം ഒരു കാർഡ് കൂടി കിട്ടുന്നുണ്ട്. അതെന്തിനാണെന്ന് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഫൈനലി പെറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് പെറ്റ് സ്റ്റേഷൻ, കാണുന്നുണ്ടാവും. ഇതിന് എൻട്രൻസിലാണ് ഉള്ളത്. ഇപ്പോൾ എൻട്രൻസിൽ തന്നെ കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ, ഗംഭീരമാണ് കേട്ടോ. ഈ പെറ്റ് സ്റ്റേഷൻ എന്നൊക്കെ പറയാനേ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ ഒരു പെറ്റ് സ്റ്റേഷൻ അല്ല കേട്ടോ, ഒരു മിനി സൂ തന്നെ നമുക്കിതിനെ പറയാം. അങ്ങനെ നമ്മൾ മാവേലിൻ്റെ കൂടെ വന്നിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ. ആയിക്കോട്ടെ, ഓക്കെ അല്ലേ? ഓക്കെ. എൻട്രി ചെയ്യുന്നത് മുന്നേ തന്നെ നമുക്ക് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുറച്ച് മീനുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാം. അപ്പോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു വ്യൂ ആട്ടോ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സമയം ഏകദേശം രാവിലെ 11:15 ആയത്. അപ്പോൾ 11:15 തിരക്കാണ് നിങ്ങളീ കാണുന്നത്. ഒട്ടുക്കത്ത് അത് ആരാപ്പയുമൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള തിരക്കാണ് കേട്ടോ. അതാണ് ഇത്ര ആളുകൾ ഇവിടെ നിൽക്കുന്നത്. ഇതിന് മുകളിൽ കയറിയിട്ട് നമുക്ക് ഇതിന് ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഒരു ഗംഭീര സംഭവം തന്നെ കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ എത്രത്തോളം സൈസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. മീനുകളൊക്കെ എന്ന് വെച്ചാൽ ഒരു ഒട്ടുക്കത്തെ സൈസാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള മീനുകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ആക്റ്റീവാണ് കേട്ടോ. അതായത് എല്ലാ പെറ്റ്സും നല്ല ആക്റ്റീവാണ്. അതിപ്പോൾ കൂട്ടിലിട്ട കിളികളായാലും ശരി, ഇപ്പോൾ എന്ന് വെച്ചാൽ മീനുകളായാലും, അങ്ങനെ എല്ലാ ഐറ്റംസ് ഇപ്പോൾ ഓരോന്നും നമ്മൾ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന്. ഇതിപ്പോൾ ഒരു കിളികളൊക്കെ സെക്ഷനാണ് കേട്ടോ. കിളികളുണ്ട്, താറാവ്, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡായിട്ട് ഓരോ കോഴികളൊക്കെ ഉണ്ടാകും, നമ്മൾ കാട്ടുകോഴി. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബാണെന്നേ ഞാൻ പറയും. കാരണം അത്രയ്ക്ക് നല്ല ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ ഓരോന്നിനെ കാണുന്ന സമയത്ത്. ഈ ചില സമയത്ത് ചില മൃഗശാലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ചാകാനായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. ഇത് അതുപോലെയല്ല. 150 രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ. ഉള്ളിൽ എൻട്രി ഫീ ആയിട്ട് 150 രൂപ, ഞാൻ പറഞ്ഞല്ലോ 150 രൂപ. അപ്പോൾ 150 രൂപക്ക് വെർത്താണോ എന്ന് വെച്ചാൽ കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ മാർഗമായിട്ട് വെർത്തായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അതായത് 100 രൂപക്ക് നമ്മൾ പല നോർമൽ സ്ഥലങ്ങളിലും പോയിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ 150 രൂപക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ണൂർ ജില്ലയിൽ വേറെ ഇല്ല. ഇനി കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഓരോ മൃഗങ്ങളെയും അല്ലെങ്കിൽ ഓരോ പക്ഷികളെയും കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വല്ലാത്തൊരു ഫീല്, നല്ലൊരു വൈബ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ സംശയിക്കുന്നുണ്ടാവും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്, കേരളത്തിൽ ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളത്. ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അത് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിലാണെന്ന്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് ഈ പെറ്റ് സ്റ്റേഷൻ ഉള്ളത്. ഞാൻ നേരത്തെ വീണ്ടും പറയുകയാണ്, പെറ്റ് സ്റ്റേഷനിൽ നമ്മൾ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരിക, നിങ്ങൾക്ക് അടിപൊളി അനുഭവമാണ് കേട്ടോ കിട്ടുക. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയ്ഡൊന്നുമല്ല, പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. അത്രയ്ക്ക് ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഒട്ടക പക്ഷീനൊക്കെ നമുക്ക് അരിയത്തുനിന്ന് കാണാൻ പറ്റില്ല കേട്ടോ. അതിപ്പോൾ നോക്കിയാൽ നിങ്ങൾ എത്ര ഭംഗിയുണ്ടെന്ന് അറിയാം അതൊക്കെ കാണാനായിട്ട്. അടുത്തുനിന്ന് കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ അതൊക്കെ. ഓരോ പക്ഷികളെയും ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ പോകേണ്ടത് മാക്സിമം. കാരണം അവർക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പുറം രാജ്യത്തുള്ളയും അതേപോലത്തെ ഇതുവരെ കാണാത്തതായിട്ടുള്ള ഒരുപാട് പക്ഷികളാണ്, മീനുകളാണ്, അതേപോലത്തെ ഇപ്പോൾ പല വെറൈറ്റി നായ്ക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓരോ ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ചിരി വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദത്തിൽ കൂക്കി കൊടുക്കില്ലേ. എന്ന് വെച്ചാൽ ആ കൂക്കെന്ന് വെച്ചാൽ ശബ്ദം ഒച്ചയാക്കുക, നമ്മൾ വെച്ചാൽ ടെൻഷനായിട്ടും പേടിച്ചിട്ടൊക്കെ ഇല്ലേ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും കേട്ടോ. ആളുകളൊക്കെ എന്തിനാണ് ഇത്ര ഒച്ചയാക്കുന്നതെന്നുള്ളത്. ഇനിയാണ് കേട്ടോ നമ്മുടെ ധൈര്യത്തിൻ്റെ ഷോ ആരംഭിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അതായത് പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിലിട്ടിട്ട് നമുക്ക് കൂളായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കാർഡിൻ്റെ ഗുണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പെറ്റിൻ്റെ കൂടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു പാമ്പിനെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ. കണ്ടിട്ട് അണലിയെ പോലെ ഉണ്ടെങ്കിലും ഇത് സംഭവം പെരുമാവിൻ്റെ കുട്ടിയാണ് കേട്ടോ. അണലിയാണെങ്കിൽ ഞാനിന്ന് ജീവനോടെ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളെയും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇത്ര ധൈര്യം ഉണ്ടാകുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കക്ഷി ഫുള്ള് പാമ്പിനൊക്കെ എടുത്തിട്ട് ഭയങ്കര കൂളായിട്ട് കയ്യിലൊക്കെ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ നിന്ന് കേട്ടോ. ഇതാണ് സംഭവം, ഫുള്ള് വെറൈറ്റി ആയിട്ട്. ഇവന് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു ആദ്യം പാമ്പിനൊക്കെ എടുക്കാൻ. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയി.
ടോട്ടലി ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷിവറിങ് ആകുന്നുണ്ട്. കൈയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ കക്ഷി ഓക്കെ ആയിട്ടോ. നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും സ്പെഷ്യൽ ഷോ അവസാനിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാമ്പിനെ എടുക്കും, പക്ഷീനെയൊക്കെ എടുക്കുന്നൊക്കെ. അപ്പോൾ പറഞ്ഞവരൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിസാഹസികമായിട്ട് എല്ലാവരും പാമ്പിനെയും എന്തെല്ലാം വെച്ചാൽ ജിമ്മോട്ടർ എന്തിനാ വെച്ചാൽ എല്ലാ സാധനത്തും വെച്ചിട്ടുള്ള കേട്ടോ. അങ്ങനെ കണ്ണപ്പൻ മാരകമായിട്ട് പാമ്പിനൊക്കെ കയ്യിൽ പിടിച്ചിട്ടുള്ള ബെറ്റൊക്കെ അടിച്ചിട്ട് പാമ്പിനൊക്കെ പിടിച്ചിട്ടുള്ള കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഒരുപാട് ഡോഗ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റിയുള്ള ഡോഗ്സൊക്കെ ഉണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാട്ടിൻ പുറത്തുള്ള ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കാണാത്തതായിട്ടുള്ള ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ഇതുവരെ അങ്ങനത്തെ കണ്ടില്ല. അതൊക്കെ എന്ന് വെച്ചാൽ ടി വിയിൽ മാത്രമേ കണ്ടുള്ളൂ. അമേരിക്കൻ ബുള്ളിയൊക്കെ ടി വിയിൽ മാത്രമാണ് അവർ കണ്ടത്. അപ്പോൾ അതൊക്കെ കണ്ട സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നിയ കാര്യമാണ്, ഞാൻ എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇതിനൊന്നും ഇതുവരെ കണ്ടില്ല കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് തന്നെ നമുക്കറിയില്ല. അപ്പോൾ മുകളിൽ അതിൻ്റെ പേര് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ സമയം എടുത്തിട്ട് മെല്ലെ തിരക്കൊന്നും കൂട്ടാതെ ഇതൊക്കെ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഓരോ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീണ്ടും പറയുമായിരുന്നു, എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മടുക്കില്ല. അതായത് ചില സൂവിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല മടുപ്പ് തോന്നും കേട്ടോ. എന്താണിത് കാണാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും മടുക്കില്ല കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് എക്സാമ്പിളാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഈ മീനിന് ഭക്ഷണം കൊടുക്കുന്ന സെക്ഷൻ കേട്ടോ. നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവർ കുറച്ച് ഭക്ഷണം കൂടി നമുക്ക് തരും കേട്ടോ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര ഇതെടുത്തിട്ടും അവർ അതായത് നമ്മൾ 5 ടിക്കറ്റ് എടുത്തതിന് ശേഷം അതൊരു കുറച്ച് ചെറിയൊരു പോരായ്മ പോലെ എനിക്ക് തോന്നി. കുറച്ച് ഭക്ഷണമാകുന്നത്, ഒരു പാക്കറ്റ് ഭക്ഷണമാകുന്നത്, അത് 5 ടിക്കറ്റിന് അത്ര തന്നെയാണോ കൊടുക്കുക, അല്ലെങ്കിൽ 2 ടിക്കറ്റ് എടുത്താൽ എത്രയാണ് കൊടുക്കുകയെന്ന് എനിക്കറിയില്ല. അവർ ഒരു പാക്കാണ് തന്നെ കേട്ടോ ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ താത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീനുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ കയ്യിലേക്ക് വരും കേട്ടോ. അത് ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ആളുകളൊക്കെ പറയില്ല, ഒരു ഫിഷ് തെറാപ്പി എന്നൊക്കെ പറയുന്നല്ലോ, അതേപോലത്തെ നമുക്കൊരു ഫീൽ ചെയ്യും കേട്ടോ. ഫുള്ളായിട്ട് വെച്ചാൽ വേറെ തന്നെ ഒരു അനുഭവം അത്. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ട്, അതായത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. വളരെ വ്യത്യസ്തമായിട്ട് തോന്നി കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ വെച്ചാൽ എല്ലാ കുട്ടികളും അവിടെയുള്ള കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ഭക്ഷണം തീർന്നു കഴിഞ്ഞാലും അവിടെ കൈ ഇങ്ങനെ വെച്ചിട്ട് നല്ല ടൈം പാസ് ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ എനിക്ക് ഇവിടെ വേറൊരു തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇഗ്വാനാസൊക്കെ ഉണ്ടല്ലോ. ഇഗ്വാന എന്ന് വെച്ചാൽ പല സൈസിലുണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഓന്താണെങ്കിലും ഇഗ്വാന ആണെങ്കിലും വെച്ചാൽ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, ഓന്ത എങ്ങനെയാണോ ഇഗ്വാന ഏതാണെന്നൊക്കെ ഇല്ല. അപ്പോൾ ശരിക്കും അവർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതായത് നമ്മളെ നാട്ടിലുള്ള ഓന്ത് ഇഗ്വാനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ടെന്നുള്ളത്. കാരണം അവർക്കറിയില്ലല്ലോ, അവർ കാണുന്ന സമയത്ത് എല്ലാം സെയിം ഒരുപോലെ തന്നെയാണ് ഉള്ളത്. അതായത് ഇഗ്വാനയും ഓന്തും അതേപോലെ ലിസാർഡ് നമ്മൾ ഉടുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും ക്ലിയർ ആയി കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൂട്ടിയിട്ട് ഇവിടെ ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുക്കുക. അവർക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, ഏതെല്ലാം മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ലൈവായിട്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അക്വേറിയമൊക്കെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ കേട്ടോ. വെള്ളമൊക്കെ വെച്ചാൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ എത്തിയ സമയത്ത് ഒരു ഒരു അണ്ണാൻ കണ്ടു കേട്ടോ. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള അണ്ണാനാണെന്ന് തോന്നുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വേറൊരു കക്ഷി ഇരിക്കുന്നുണ്ട്. കക്ഷി ഫുള്ള് ഇൻട്രോവേർട്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കക്ഷി ഫുള്ള് സൈലൻ്റ് ആയിരുന്നു, ഒന്നും അനങ്ങുന്നില്ല. മറ്റേ അണ്ണാന്ന് വെച്ചാൽ നമ്മളെ കണ്ടതിന് ശേഷം ഫുള്ള് സർക്കിൾ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ പാമ്പുകളുടെ സെക്ഷനാണ് കേട്ടോ. അതായത് ഓരോ ടൈപ്പ് പൈത്തൺ, അത് വ്യത്യസ്തമായിട്ട് പല രീതികളിലുണ്ട്. അപ്പോൾ വിഷമുള്ള പാമ്പുകളൊന്നും ഇവിടെ ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെയുള്ള ചെറിയ കുഞ്ഞു എന്ന് വെച്ചാൽ എലികളൊക്കെയാണ് കേട്ടോ. ആ എലികൾ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളത്. അങ്ങനെ പല സാധനങ്ങളുണ്ട് കേട്ടോ. റാബിറ്റ്സ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള, അതായത് ഞാനൊന്നും ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം
ഞാനിപ്പം എന്നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അബ്രോഡ് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ രാജ്യത്തിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. ഓരോ സ്ഥലത്തുള്ള ട്രാവൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യുക കേട്ടോ. മെൻ്റലി ഡിപ്രഷൻ എക്സിറ്റ് ആകുന്ന സമയത്ത് ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ സാധനവും ഉണ്ട്. കളിക്കുന്ന സാധനമായി കഴിഞ്ഞാലും മെയിൻ കുട്ടികളെ ടാർഗറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. ഹോട്ട് വീൽസ് ഒക്കെ അവിടെ നിരത്തി വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട്. ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികളായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരു ചെറിയ ഇതിൽ ഫൈറ്റർ ഫിഷിനൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം 240 രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു ബോട്ടിലിൽ ഒരു ഫൈറ്റർ ഫിഷ് അത് 240 രൂപയാണ്. അപ്പോൾ അത് മാത്രമേ അവിടെ ഉള്ളൂ. പേരിൽ ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള സാധനം. ഇതിപ്പോൾ കൂട്ടിൽ നമ്മളായ പോലത്തെ അവസ്ഥയിലുള്ള കണ്ടാ. എക്സിറ്റ് ആകുന്ന സമയത്ത് നല്ല അടിപൊളി 2 കുതിരകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിന് തന്നെ പ്രത്യേക ഭംഗിയാണ്. കക്ഷി തിരിഞ്ഞു നിൽക്കുന്നൊന്നുമില്ല. എന്താ സംഭവം നമുക്കറിയില്ല കേട്ടോ. ഒന്ന് നല്ല അടിപൊളി ലുക്കാണ് കാണാൻ. എവിടാ ഫിഷ് എവിടെയുള്ള ഫിഷ് മേടിക്കണം. വീണ്ടും പറയാണ് 150 രൂപ ശരിക്കും യൂസായി കേട്ടോ. ചില സ്ഥലത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ കഴിഞ്ഞ വട്ടം എന്ന് വെച്ചാൽ 1.5 വർഷം മുന്നേ വന്ന സമയത്ത് 100-150 രൂപ തന്നെയായിരുന്നു. അപ്പോൾ അതേ റേറ്റ് തന്നെയാണ് ഇപ്പോഴുള്ളത് കേട്ടോ. സംഭവം വളരെ വെർത്താണ്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരുമോ. ഈവനിങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടാണ്. 1 മണിയിലെ ക്രൗഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു കിട്ടുന്നില്ല. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ.